MD എന്ത് പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചത്? പരിപാടിക്ക് റേറ്റിംഗ് ഇല്ലെന്നോ പുതിയ പരിപാടി തുടങ്ങാൻ പോണെന്നൊക്കെ പറഞ്ഞാണ് മീറ്റിംഗ് വിളിച്ചത്. അതെ, എനിക്ക് ഇവിടെ ജോലി കിട്ടി ഇപ്പൊ തുടങ്ങിയ സംശയമാണ്. എന്താണ്? എന്തിനാ പഴം TV എന്ന് പേരിട്ടത്? എനക്കത് ഇത്ര നാളായിട്ട് മനസ്സിലായില്ല. എടാ ശരിക്കും ഇത് പവിഴൻ TV ആയിരുന്നു. പവിത്ര സാറും വിജയൻ സാറും കൂടെ അതല്ലേ ഇത് തുടങ്ങിയത്. തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം തൊട്ട് രണ്ടുപേരും കൂടെ അടി തുടങ്ങി. വിജയൻ സാറ് പിണങ്ങിപ്പോയപ്പം വിജയൻ സാറിന്റെ വീം കൂടെ എടുത്തോണ്ടങ്ങ് പോയി. അങ്ങനെ ഇത് പഴം TV ആയി. നമ്മളായിട്ട് തിരുത്താന്നൊക്കെ ഉണ്ടാകും. എന്റെ ആവശ്യമില്ല. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. നിങ്ങളിതൊന്നും കാണുന്നില്ലേ? എന്താ സാറേ? തിന്നുന്ന ചോറിനോട് അല്പം കൂറ് കാണിക്കണ്ടേ? എന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഈ ചാനലിന് ഒട്ടും റേറ്റിംഗ് ഇല്ല. ആൾക്കാരെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? അല്ല സാറ്, ആൾക്കാർ വരുന്നുണ്ട്, സാറ് കാണുന്നില്ലേ? പക്ഷെ വരുമ്പം കയ്യിൽ കമ്പും വടിയും കല്ലും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സാറ് കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ട് ചില്ലില്ലേ, ഡിസൈൻ വരച്ച് വെച്ചേക്കുന്നല്ല, ആൾക്കാർ കല്ലെറിഞ്ഞ് പൊട്ടിച്ചതാ. അതൊക്കെ എനിക്കറിയാവുള്ളൂ. ഇവിടെ നല്ല പ്രോഗ്രാം ചെയ്യണം. നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. സാറേ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പറ. നമുക്കൊരു ന്യൂസ് ചാനൽ തുടങ്ങിയാലോ? നല്ല ഐഡിയ ആണ് സാർ. സാധാരണ നമ്മുടെ ചാനലിലെ പ്രശ്നങ്ങളാണ് ബാക്കിയുള്ള ചാനലുകളെല്ലാം ന്യൂസ് ആയിട്ട് കാണിക്കുന്നത്. നമ്മൾ തന്നെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് തന്നെ അത് ന്യൂസ് ആയിട്ട് കാണിച്ച് നമുക്ക് വൈറലാവാലോ. അതെ, അതൊന്നും ശരിയാകത്തില്ല. ന്യൂസ് അത് ഞാൻ പറയുന്നത് വ്യത്യസ്തമായിട്ട് ഇപ്പൊ റിയാലിറ്റി ഷോ ഒരുപാട് വരുന്നുണ്ട്. പാട്ടായിട്ടും ഡാൻസ് ആയിട്ടും മിമിക്രി ആയിട്ടും ഫിഗർ ആയിട്ടും ഒത്തിരി ഉണ്ട്. അതൊക്കെ ഒരു വ്യത്യസ്തതയില്ല. നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യും. എന്താ മറ്റേ പരിപാടിയില്ലേ? അതുപോലെ സാറേ, ഈ വ്യത്യസ്തമായിട്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു കൺസെപ്റ്റ് ഉണ്ട് സാറേ. ഈ കേരളത്തിൽ കൂടുതലും കുടിയന്മാരാണല്ലോ. അതുകൊണ്ട് കുടിയന്മാരെ വെച്ചിട്ടൊരു റിയാലിറ്റി ഷോ. മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ വീഡിയോ കാണിച്ചു വീഡിയോസ് ഉണ്ടോ? അപ്ലൈ ചെയ്ത് സാറേ. സാറേ, ഈ കുടിയന്മാരെ പാമ്പുകളാണെന്നാണല്ലോ വിളിക്കുന്നത്. അതെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. സാർ കണ്ടേ സാറേ, ഇതാണ് പൊളപൊളപ്പം പാമ്പ്. വെറുതെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടികൊണ്ട് പൊളഞ്ഞു വീണ് മുട്ടുകാലയിൽ എഴഞ്ഞ് വീട്ടിൽ പോകലാണ് പ്രധാന ഹോബി. പിന്നെ ആരെന്ത് ചെയ്താലും ഈ പാമ്പ് ആരെയും ഉപദ്രവിക്കില്ല. അടുത്ത് നോക്കി, ഇതെങ്ങനെയുണ്ട്? ഇനിയുണ്ടല്ലേ? ഓ പിന്നെ സാറേ, ഇതാണ് അനാക്കൊണ്ട. പ്രധാനമായും കേരളത്തിലെ ഓടകളിലാണ് ഇതിനെ കണ്ടുവരുന്നത്. സ്വന്തമായി മാളമുണ്ടെങ്കിലും വല്ലവരുടെയും മാളത്തിൽ കയറി ചേക്കേറലാണ് പ്രധാന പരിപാടി. കണ്ണി കാണുന്ന സകല കൂറ സാധനവും മേടിച്ചടിക്കുന്ന ഈ പാമ്പ് ഉപദ്രവകാരിയാണ്. മൂന്നാമത്തെ ഇത് ഞെട്ടും സാറ്. സാറേ, ഇതാണ് ഇരുതലമൂലി. ഷെയറിട്ടടിക്കുന്ന സുഹൃത്തുക്കളാണ്. അടിച്ചു കഴിഞ്ഞാൽ ഇണപിരിയാത്ത കുരുവികളെ പോലെ പെനഞ്ഞെവിടെയെങ്കിലും കിടക്കലാണ് പ്രധാന പരിപാടി. അത് കൊള്ളാമല്ലോ. ഇത് നോക്കിയ സാറേ, പിന്നെയുണ്ടോ? ഓ പിന്നെ, ഇതാണ് രാജവൻ പാല. ആള് VIP ആണ്. അടിച്ചു കഴിഞ്ഞാൽ കാറിന്റെ ഡോർ തുറന്ന് താനെ റോഡിലേക്ക് വീഴുക, ATM-ന് മുകളിലൂടെ വാള് വയ്ക്കുക, ഇതൊക്കെയാണ് പ്രധാന ഹോബി. പിന്നൊരു കാര്യം, ഹൈവേയുടെ സൈഡിലാണ് ഈ പാമ്പുകളെ കണ്ടുവരുന്നത്. അത് ശരി, ഇത്രയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് സാറേ? ഇത് കൊള്ളാം. ഇത് നല്ല റിയാലിറ്റി ഷോ ആയിരിക്കും. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പറ്റും? നമ്മുടെ ചാനലിന്റെ ഫ്രണ്ട് വശത്തെ അച്ചാർ കച്ചവടവും മുട്ട കച്ചവടവും ടച്ചിങ്സിന്റെ കച്ചവടവും കൊണ്ട് പെട്ടിക്കട നിറയും. നമുക്ക് ഇവിടെ ബാറല്ല ഉദ്ദേശിക്കുന്നത്, നല്ല റിയാലിറ്റി ഷോ ആണ്. ഇവിടെ വേറെ വല്ല ഐഡിയ ഉണ്ട്, പറയൂ. എന്താ സാറേ? ഉണ്ട് സാറേ, ഒരു വെറൈറ്റി ആയ ഒരു ഇതുണ്ട് സാറേ. എന്താ? മിമിക്രിക്കാരെ ഇറ്റായ കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ. അത് ആമിൻ താത്ത, ബീരാനിക്ക, ജാലിയൻ കണാരൻ, പാഷാണൻ ഷാജി, അയ്യപ്പ ബൈജു, നാണിത്തല്ല, ഇവരെയൊക്കെ റൂമിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് ഇവരുടെ തോന്നിവാസങ്ങള് ഒരു 50 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ലൈവായിട്ട് വിട്ടാലോ നമുക്ക്? എടാ, നീയൊക്കെ ലൈവ് ഇട്ടേ. ഈ ചാനൽ ഇപ്പൊ പഴം പോലെ ഇരിക്കുന്നത്. ഇനി വേണോ ലൈവ്? അല്ല സാറേ, അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇതുവരെയുള്ള ചാനൽ ചരിത്രത്തിൽ ആരും ചെയ്യാത്തൊരു റിയാലിറ്റി ഷോ പ്ലാൻ ചെയ്താലോ? എന്താ അത്? പറയൂ, നിങ്ങൾ പറയൂ. സാധാരണ ഈ മനുഷ്യരെ വെച്ചിട്ടാണല്ലോ റിയാലിറ്റി ഷോ പ്ലാൻ ചെയ്യുന്നത്. അതെ, നമുക്ക് പ്രേതങ്ങളെ വെച്ചിട്ട് ഒരു റിയാലിറ്റി ഷോ ചെയ്താലോ? സാറേ, അതാവുമ്പോ ഫ്ലാറ്റ് വേണ്ട, ഒരു പന കൊടുത്താൽ മതി, വേണമെങ്കിൽ ഒരു കുപ്പി ബ്ലഡ്. അല്ല, അത് എങ്ങനെ എനിക്ക് കിട്ടിയില്ലത്? അല്ല, സംഭവം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാലേ, ഇത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കണ്ടക്ടർ വേണം, കണ്ടക്ട് ചെയ്യണം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം, മത്സരാർത്ഥിയെ കൊണ്ടുവരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് എവിടെ നിന്ന് കൊണ്ടുവരും? കണ്ടസ്റ്റന്റ്. അത് ഞാൻ കൊണ്ടുവരും. എങ്ങനെ സാറേ? രണ്ടെണ്ണത്തിലല്ലേ ഞാൻ കൊണ്ടുവരും. എങ്ങനെ? മണ്ടന്മാരായ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തല്ലിക്കൊല്ലുന്നു. അങ്ങനെ നിങ്ങൾ പ്രേതമാകുന്നു. ആ പ്രേതത്തെ എന്റെ പരിപാടിയിൽ ആദ്യത്തെ മത്സരാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു. എടാ, ഒന്ന് പോയിടാവേ. പരിപാടി വേണ്ട, ഓരോരോ പരിപാടിയും കൊണ്ട് വരുന്നു. വേണ്ട, നിങ്ങളൊന്നും വേണ്ട. എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്തേട്ടെ സാറേ? കേട്ടോ വയ്ക്കൂ. നമുക്ക് ഗാനമേളയുടെ ഒരു റിയാലിറ്റി ഷോ വെച്ചാലോ? സാർ, അത് ബഡ്ജറ്റ് ആവും. ഓർക്കസ്ട്ര, പിന്നെ പാട്ടുകാരും വേണ്ട സാർ, അത് വിട്ടേക്കത്. എടോ, അതൊന്നുമല്ല, ഓർക്കസ്ട്ര ഒന്നും വേണ്ടടോ. പിന്നെ എടോ, സ്വന്തം കണ്ട നാളം കൊണ്ട് അവതരിപ്പിക്കുന്ന ഗാനമേള, മിമിക്സ് ഗാനമേള. അത് കലക്കും.